വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ 23,540 ലെവൽ സപ്പോർട്ടായിട്ട് നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ വന്നു, ലോവർ ലോ ആണ് വന്നിട്ടുള്ളത് രാവിലെ. അതിനുശേഷം 620 ലെവൽ 600 ലെവൽ 610 ലെവലിലേക്ക് ഒരു പുൾ ബാക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ ന്യൂ ഡേ ലോ ഫോം ചെയ്തിട്ടുള്ളത്. ലോവർ ലോ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് ഇന്നലത്തെ ഡേ ലോ ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 350 ലെവൽ നല്ലൊരു സപ്പോർട്ട് ലെവലായിരിക്കും. ഇൻ കേസ് ഇന്നലത്തെ ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടൊരു ഫോൾ വരികയാണെങ്കിൽ 350 വരെ ഡൗൺഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രേഡിൽ ആ ഒരു 1.7K പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് തന്നെ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. 23,550 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് അറൗണ്ട് 23,600 കൂടെ ഒന്ന് നോക്കാം. ഇപ്പം എന്തായാലും ഒരു പുൾ ബാക്കാണ് വരാൻ പോകുന്നത്. മേ ബി ഒരു നല്ലൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം എന്തായാലും എൻട്രി ഹയർ ലെവൽസിൽ പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കാൻ പറ്റില്ല. അതായത് പ്രീവിയസ് ഡേ ലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു റിസ്ക് ഇപ്പോൾ എടുക്കുന്നതിൻ്റെ ഡയറക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അത് ഇപ്പോൾ കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ 23,500 വരുന്നുണ്ട്. 23,500 കോൾ ഓപ്ഷൻ അത് ട്രേഡ് ചെയ്യുന്നത് അറൗണ്ട് 120 അപ്പോൾ അതിലൊരു 20-30 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 പോയിൻറ്റ്സ് വരെ അപ്പ് മൂവ് വരാൻ ചാൻസ് ഉണ്ട് കോൾ ഓപ്ഷനിൽ. അല്ലെങ്കിൽ ഈ ഒരു ഡേ ലോ ലെവലിൽ നിന്നൊരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. 23,500 ലെവൽ അതിലൊരു 40 പോയിൻറ്റ്സ് പുൾ ബാക്ക് വന്നതിന് ശേഷം പ്രീവിയസ് ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഡൗൺഫോൾ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും എൻട്രി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ആവുകയാണെങ്കിലും നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. 23,520 ലെവലിലാണോ ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും ഒരു പുൾ ബാക്ക് കുറച്ചുകൂടി വരാനുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഒരു 10-15 പോയിൻറ്റ്സ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യാം. ഒരു 20 പോയിൻറ്റ്സ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുവരെയുള്ള ഡേ ലോ ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വരുമ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ
അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ലോവർ ലെവൽസ് നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയൊരു ബാക്ക് കൂടി ഒരു 23,550 ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം സെല് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നോക്കാം, വെയിറ്റ് ചെയ്യാം. 23,410 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 350 ആണ്. അതൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺഫോൾ കൂടി വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ. നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാം. 23,000 പിന്നെ സ്ട്രൈക്ക് പ്രൈസും നമ്മുടെ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് പോയി. 200ൻ്റെ അടുത്തായിട്ടുണ്ട് ഓൾറെഡി. 550 നോക്കാം, അതുപോലെ തന്നെ 23,500 നോക്കാം. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. അത് ബ്രേക്ക് ഔട്ടായി നമ്മുടെ 350 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എൻട്രി എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണുള്ളത്. നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാം. $23,400 ലെവലിലേക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. 23,401.55 ആണ് ഇതുവരെയുള്ള ഡേ ലോ. ഒരു റെസിസ്റ്റൻസിലാണ് പുട്ട് ഓപ്ഷൻ, അതായത് സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. പുൾ ബാക്കിന് ശേഷം 350ലേക്ക് വരുമോ നമുക്ക് നോക്കാം. യെസ്, പുൾ ബാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് 130 ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 120 23,550 പുട്ട് ഓപ്ഷൻ. ഓക്കെ, യെസ്, ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും പുൾ ബാക്ക് അതിന് ശേഷം നോക്കാം എൻട്രി. എന്തായാലും വെയിറ്റ് ചെയ്യാം. 380 ലെവലിലേക്ക് 83 ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി. 142 ഒരു എൻട്രി എടുക്കാം. യെസ്, എൻട്രി എടുത്തിട്ടുണ്ട്. 142 എൻട്രി എടുത്തിട്ടുള്ളത്. ഡേ ഹൈയിൽ തന്നെയാണ്. പക്ഷെ ബ്രേക്ക് ഔട്ട് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 350 ലെവലിലേക്ക് വരുമ്പോൾ നമുക്കിത് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം.
ഇതുവരെയുള്ള ഡേ ലോ 23,379.95 ആണ്. നമുക്ക് നോക്കാം. രണ്ടരയായി സമയം. ഇനി ആകെ 1 മണിക്കൂറേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് വരുമോ എന്നുള്ളത് നോക്കാം. ഓൾമോസ്റ്റ് ഡേ ലോ ഒരു 20-30 പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ ലോസ് 1.5K വന്നു കഴിഞ്ഞു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 3K ലോസാണ് ആ ഒരു ട്രേഡിൽ വന്നിട്ടുള്ളത്. അതായത് ഒരു പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ടൈമിംഗ് കൃത്യമായില്ല. ബ്രേക്ക് ഔട്ട് എടുത്തത് ശരിയായില്ല. ഒരു പുൾ ബാക്കിന് ശേഷമായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. എനിവേ എന്തായാലും കൂടുതൽ റിസ്ക് എടുത്തിട്ടില്ല, അതിന് എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് എക്സിറ്റ് ചെയ്തു. ഇപ്പോൾ രാവിലത്തെ 1.7K പ്രോഫിറ്റ് പോയിട്ട് ഇപ്പോൾ 1.2K, ഓൾമോസ്റ്റ് 1.2K ലോസിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ട്രേഡ്സ് എന്തായാലും എടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് സമയം കഴിയാറായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ഇന്ന് കുറച്ച് റിസ്ക് ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും നെക്സ്റ്റ് നാളെ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തു ഓൾമോസ്റ്റ്, പക്ഷേ അതിനുശേഷം എടുത്തത് ബ്രേക്ക് ഔട്ട് ആയിപ്പോയി. അത് ആ ഒരു ടൈമിംഗ് ശരിയായില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിന് മുമ്പ് കുറേ ട്രേഡ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുൾ ബാക്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എൻട്രി പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി കിട്ടിയില്ല. ഹയർ ലെവൽസ് പുൾ ബാക്ക് വന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് വന്നില്ല. അതിന് മുമ്പ് തന്നെ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണാൻ പറ്റിയത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.